ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയാം. കഴിഞ്ഞ രാത്രിയിലെ ഉറക്കത്തിൽ ഉറങ്ങാതെ മയങ്ങാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിച്ച് ആരോഗ്യത്തോടെ അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിനായി നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിന് സ്തോത്രയാഗം അർപ്പിച്ച് ദൈവവചന ധ്യാനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ആരാധിക്കുമ്പോൾ ദൈവം എന്നോടടുത്തിരുന്നു, എന്റെ കുറവുകൾ കണ്ടറിഞ്ഞവൻ എനിക്കായി കരുതി വച്ചു. ആരാധിക്കുമ്പോൾ ദൈവം എന്നോടടുത്തിരുന്നു, എന്റെ കുറവുകൾ കണ്ടറിഞ്ഞവൻ എനിക്കായി കരുതി വച്ചു. ദൈവമേ, നീ എന്നും മതിയായവൻ. ഓ എന്റെ സ്നേഹമേ, നീ എന്നും മതിയായവൻ. ഓ എന്റെ ദൈവമേ, നീ എന്നും മതിയായവൻ. ഓ എന്റെ സ്നേഹമേ, ആരാധിക്കുമ്പോൾ ദൈവം എന്നോടടുത്തിരുന്നു, എന്റെ കുറവുകൾ കണ്ടറിഞ്ഞവൻ എനിക്കായി കരുതി വച്ചു. ദുഃഖങ്ങൾ വന്നിടുന്ന വേളയിലും കരുതലോടെ കാത്തിടുന്നവൻ ആശ്രയമായി കൂടെ നിന്നോ. കഷ്ടദുഃഖങ്ങൾ വന്നിടുന്ന വേളയിലും കരുതലോടെ കാത്തിടുന്നവൻ ആശ്രയമായി കൂടെ നിന്നോ. ജീവനേ, നീ എന്നും മതിയായവൻ. ഓ എന്റെ രക്ഷകാ, നീ എന്നും മതിയായവൻ. ഓ എന്റെ ജീവനേ, നീ എന്നും മതിയായവൻ. ഓ എന്റെ രക്ഷകാ, ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം, when we are in Christ we are a new creation. നാം ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായി തീരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം 6-ാം വാക്യം. ഐസായ 48:6. ഇന്നു മുതൽ ഞാൻ പുതിയത്, നീ അറിയാത്ത മറഞ്ഞിരിക്കുന്നത് തന്നെ നിന്നെ കേൾപ്പിക്കുന്നു. You have heard, now see all this, and will you not declare it? From this time forth I announce to you new things, hidden things that you have not known. നാം ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായി തീരുന്നു. 2 കൊരിന്ത്യർ 5-ാം 17-ാമത്തെ വാക്യം. ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് ശ്രദ്ധ വെച്ച് കേൾക്കാം. 2 Corinthians 5:17. Therefore, if anyone is in Christ, he is a new creation. The old has passed away. Behold, the new has come. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു. ഈ ഒരു പ്രക്രിയ ഒരു പ്രാവശ്യം ജീവിതത്തിൽ നടക്കേണ്ടതല്ല. നമ്മുടെ ജീവിതാന്ത്യത്തോളം ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പുതുക്കപ്പെട്ട അനുഭവം നമ്മളിൽ തുടർമാനം ഉണ്ടായിക്കൊണ്ടിരിക്കണം. നമ്മുടെ വാക്കുകളും ചിന്തകളും പ്രവൃത്തികളും യേശുവിന് പ്രിയങ്കരമാകുന്ന വിധത്തിൽ തന്നെയാകണം. നമ്മുടെ സാക്ഷ്യം നമ്മുടെ ജീവിതം തന്നെയാകണം. നാം സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടുമ്പോൾ ആ സന്തോഷം ഇരട്ടിയായി തീരും. അങ്ങനെ പങ്കിടുന്നില്ല എങ്കിൽ സന്തോഷം ഇരുട്ടായി തീരും. എന്നാൽ വേദന പങ്കിടുമ്പോൾ അത് പകുതിയായി തീരുന്നു എന്നത് ഓർക്കണം. ക്രിസ്തു തൊടുമ്പോൾ
ഒരുവന്റെ ഹൃദയത്തിന് മാറ്റമുണ്ടാകുന്നു, ജീവിതത്തിന് വിശുദ്ധിയും പുതുക്കവും ഉണ്ടാകുന്നു. നാം ദൈവസ്നേഹത്തിന്റെ ചാനലുകളായി മാറുമ്പോൾ അനേകർക്ക് അത് പ്രയോജനം ചെയ്യും. സ്നേഹം, കരുണ, കരുതൽ തുടങ്ങിയ സൽഗുണങ്ങളോടൊപ്പം ദാനം, ശുശ്രൂഷ എന്നിവയ്ക്കും നാം പ്രാധാന്യം നൽകണം. മാറ്റത്തെ ഉൾക്കൊണ്ട് ക്രിസ്തുവിൽ ജീവിതം ഭദ്രമാക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ ഒരു ദൈവ പൈതലായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ദൈവസ്നേഹത്തിന്റെ അക്ഷയ പാത്രങ്ങളായി തീരാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും, മഹത്വത്തിനായി നമ്മളെ ഉയർത്തുകയും ചെയ്യും. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രിയനായ കർത്താവേ, ഞങ്ങളെ പൂർണ്ണമായി അങ്ങയിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളെ നിറച്ച് അവിടുന്ന് വഴി നടത്തുമാറാകണമേ എന്ന് വചനം കേട്ട് ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ഉന്നതത്തിലെ ദർശനങ്ങൾ വ്യക്തമായും സ്പഷ്ടമായും ഗ്രഹിച്ചുകൊണ്ട് അവിടുന്ന് ദൃഷ്ടിവെച്ച് പറഞ്ഞു തരുന്ന ആലോചനയിൽ തന്നെ നടക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ പഠനത്തിന് ചെവി കൊടുത്തുകൊണ്ട് ദൈവം പറയുന്ന വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം. കുടുംബമായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. അനുനിമിഷം മനസ്സുബുദ്ധിക്ക് രൂപാന്തരം പ്രാപിക്കുന്ന വിശുദ്ധരായി ജീവിക്കുവാൻ ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കണം. ഞങ്ങൾ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ അവിടുത്തെ വചനം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളെ തന്നെ വിശുദ്ധിയിലേക്ക് നടത്തുന്ന വിശുദ്ധരായി ജീവിക്കുവാൻ, അവിടുത്തെ വചനമാകുന്ന സത്യത്താൽ നയിക്കപ്പെടുവാൻ ഞങ്ങൾ ഓരോ കൂട്ടായ്മയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദുരുപദേശങ്ങളെ തിരിച്ചറിയുവാനുള്ള പരിജ്ഞാനം, വചനത്തിന്റെ വെളിച്ചത്താൽ നടക്കുവാൻ, മനസ്സുബുദ്ധിക്ക് രൂപാന്തരം പ്രാപിക്കുവാൻ കൂട്ടായ്മയിലുള്ള ഓരോ മക്കളെയും അനുഗ്രഹിക്കണം. ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ മാതൃരാജ്യമായി ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമായി മാറട്ടെ. ഇന്ത്യയിലുള്ള ഓരോ സംസ്ഥാനങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന എല്ലാ മന്ത്രിമാരെയും, വിശേഷാൽ പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിമാരെയും കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം, സ്തോത്രം. ദൈവഭയമുള്ള, ജാതിമത ഭേദമന്യേ മനുഷ്യത്വമുള്ള സ്തോത്രം മക്കളായി അവരെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിർവഹിക്കുവാൻ അവരെ സഹായിക്കണം. ഞങ്ങൾ ഒരുമനപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മക്കൾ ഒരു അനുഗ്രഹമായി മാറട്ടെ. അവരെ സ്തോത്രം വേട്ടയാടുന്ന എല്ലാ പൈശാചിക ചിന്തകളിൽ നിന്ന്, മദ്യപാന ആസക്തിയിൽ നിന്ന്, മയക്കുമരുന്നിന്റെ പിടിയിൽ നിന്ന് മക്കൾ വിടുതൽ പ്രാപിച്ച് ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാവി തലമുറകളായി മാറുവാൻ ഓരോ മക്കളെയും സഹായിക്കണം. സ്തോത്രം. അവിടെ ഞങ്ങളുടെ ഹല്ലേലൂയ അധ്വാനത്തെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. മാവ് കുഴക്കുന്ന തൊട്ടിയെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി. ഞങ്ങളുടെ വയലുകളെ, ഞങ്ങളുടെ തോട്ടങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി നന്ദി. ഞങ്ങളുടെ ബിസിനസിന്റെ അതിരുകളെ അവിടുന്ന് വിശാലമാക്കുന്നതിനായി സ്തോത്രം. അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം വന്നുമിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ ആകുലതകളും വിട്ടുമാറട്ടെ, എല്ലാ അസ്വസ്ഥതകളും വിട്ടുമാറട്ടെ, എല്ലാ കടഭാരവും വിട്ടുമാറട്ടെ. സന്തോഷത്താൽ, സമാധാനത്താൽ ഓരോ മക്കളും നിറയപ്പെടട്ടെ എന്ന് ഹല്ലേലൂയ അവിടെ തന്നിരിക്കുന്ന അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള വചനപ്രകാരം ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ട് ഉത്തരം തന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്നേ ദിവസം അനുഗ്രഹിക്കപ്പെട്ട ദിനമായി മാറട്ടെ. അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും മേഘസ്തംഭമായ അഗ്നി തൂണായി തിരുസാന്നിധ്യം കൂടെ വരുന്നതിനായി നന്ദി പറയുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ സ്തോത്രപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പരീക്ഷണങ്ങളെ നേരിടുന്ന വേളയിലും പ്രലോഭനങ്ങളെ തകർത്തെറിഞ്ഞവൻ കാവലായി കൂടെ നിന്നോ. പരീക്ഷണങ്ങളെ നേരിടുന്ന വേളയിലും പ്രലോഭനങ്ങളെ തകർത്തെറിഞ്ഞവൻ കാവലായി കൂടെ നിന്നോ. ദൈവമേ, നീ എന്നും മതിയായവൻ. ഓ എന്റെ സ്നേഹമേ, നീ എന്നും മതിയായവൻ. ഓ എന്റെ ദൈവമേ, നീ എന്നും മതിയായവൻ. ഓ എന്റെ സ്നേഹമേ, ആരാധിക്കുമ്പോൾ ദൈവം എന്നോടടുത്തിരുന്നു. എന്റെ കുറവുകൾ
വച്ചു. ആരാധിക്കുമ്പോൾ ദൈവം എന്നോടടുത്തിരുന്നു. എൻ്റെ കുറവുകൾ കണ്ടറിഞ്ഞവൻ എനിക്കായി കരുതി വച്ചു. ഓ എൻ്റെ ദൈവമേ, നീ എന്നും മതിയാ